ഫെബ്രുവരി 14 വിശുദ്ധ വാലന്റൈൻ. വിശുദ്ധ വാലന്റൈൻ്റെ ജീവിതത്തിൽ അധിക ഭാഗവും വിശ്വസനീയമായി അറിയില്ലെങ്കിലും ഒരേ പേരിൽ രണ്ട് വ്യത്യസ്ത വിശുദ്ധന്മാർ കഥകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതും ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ലെങ്കിലും വിശുദ്ധ വാലന്റൈൻ രക്തസാക്ഷിത്വം വരിക്കുകയും പിന്നീട് റോമിന് വടക്കുള്ള വിയ ഫ്ലാമിനിയയിൽ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തതായി അറിയപ്പെടുന്നു. 1969 റോമൻ കത്തോലിക്ക സഭ റോമൻ കലണ്ടറിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തു. എന്നിരുന്നാലും സഭ ഇപ്പോഴും അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി അംഗീകരിക്കുന്നു. നിഗൂഢമായ അവിശുദ്ധനെക്കുറിച്ച് ആരോപിക്കപ്പെടുന്ന ഐതിഹ്യങ്ങൾ ആ മനുഷ്യൻ്റെ യഥാർത്ഥ തിരിച്ചറിയൽ പോലെ തന്നെ പരസ്പര വിശുദ്ധമാണ്. ടെർനി, നാർണിയ, അമേലിയ എന്നിവിടങ്ങളിലെ മുൻ ബിഷപ്പായിരുന്ന വിശുദ്ധ വാലന്റൈൻ്റെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ ജഡ്ജി ആസ്റ്റീരിയാസിനൊപ്പം വീട്ടുതടങ്കിൽ ആയിരുന്നു എന്നതാണ് വിശുദ്ധ വാലന്റൈനെക്കുറിച്ചുള്ള ഒരു പൊതുകഥ. ജഡ്ജിയുമായി മതത്തെയും വിശ്വാസത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ വാലന്റൈൻ യേശുവിൻ്റെ സാധുത പ്രതിജ്ഞയെടുത്തു. ജഡ്ജി ഉടനെ തന്നെ വാലന്റൈനെയും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെയും പരീക്ഷിച്ചു. ജഡ്ജിയുടെ അന്ധയായ മകളെ വിശുദ്ധ വാലന്റൈന് സമ്മാനിച്ചു. അവളുടെ കാഴ്ച തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടു. വിജയിച്ചാൽ വാലന്റൈന് വേണ്ടി എന്തും ചെയ്യുമെന്ന് ജഡ്ജി പ്രതിജ്ഞയെടുത്തു. അവളുടെ കണ്ണുകളിൽ കൈകൾ വെച്ചുകൊണ്ട് വാലന്റൈൻ കുട്ടിയുടെ കാഴ്ച തിരിച്ചു നൽകി. ജഡ്ജി ആസ്റ്റീരിയസ് വിനീതനായി. വാലന്റൈൻ്റെ അഭ്യർത്ഥനകൾ അനുസരിച്ചു. ആസ്റ്റീരിയസ് തൻ്റെ വീടിനു ചുറ്റുമുള്ള എല്ലാ വിഗ്രഹങ്ങളും തകർത്തു. 3 ദിവസം ഉപവസിച്ചു. 44 അംഗ കുടുംബത്തോടൊപ്പം സ്നാനമേറ്റു. ഇപ്പോൾ വിശ്വസ്തനായ ജഡ്ജി തൻ്റെ എല്ലാ ക്രിസ്ത്യൻ തടവുകാരെയും മോചിപ്പിച്ചു. പിന്നീട് ആളുകളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചതിന് വിശുദ്ധ വാലന്റൈനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ക്ലോഡിയസ് ഗോതിക്കസ് ചക്രവർത്തിയുടെ കീഴിൽ അദ്ദേഹത്തെ റോമിലേക്ക് അയച്ചു. ജനപ്രിയ ചരിത്രപരമായ ഐഡന്റിറ്റിയും വിശുദ്ധ വാലന്റൈൻ ആദ്യ പ്രതിനിധാനമായി വിശ്വസിക്കപ്പെടുന്ന ന്യൂറംബർഗ് ക്രോണിക്കിളും അനുസരിച്ച് ക്ലോഡിയസിൻ്റെ ഭരണകാലത്ത് രക്തസാക്ഷിത്വം വരിച്ച ഒരു റോമൻ പുരോഹിതനായിരുന്നു വിശുദ്ധ വാലന്റൈൻ. ക്രിസ്ത്യൻ ദമ്പതികളെ വിവാഹം കഴിച്ചതിനും റോമിൽ ക്ലോഡിയസ് പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ സഹായിച്ചതിനും വിശുദ്ധ വാലന്റൈൻ ജയിലിലടയ്ക്കപ്പെട്ടതായി കഥ പറയുന്നു. 2 പ്രവൃത്തികളും ഗുരുതരമായ കുറ്റകൃത്യങ്ങളായി കണക്കാക്കപ്പെട്ടു. വിശുദ്ധനും ചക്രവർത്തിയും തമ്മിലുള്ള ബന്ധം വളരാൻ തുടങ്ങി. വാലന്റൈൻ ക്ലോഡിയസിനെ ക്രിസ്തുമതത്തിലേക്ക് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ക്ലോഡിയസ് കോപാകുലനായി. വാലന്റൈന് വധശിക്ഷ വിധിച്ചു. വിശ്വാസം ഉപേക്ഷിക്കാനോ വടികൊണ്ടടിക്കാനോ ശിരച്ഛേദം ചെയ്യാനോ കൽപ്പിച്ചു. തൻ്റെ വിശ്വാസവും ക്രിസ്തുമതവും ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച വിശുദ്ധ വാലന്റൈനെ 269 ഫെബ്രുവരി 14 ഫ്ലാമിനിയൽ ഗേറ്റിന് പുറത്ത് വധിച്ചു. എന്നിരുന്നാലും വിശുദ്ധ വാലന്റൈൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള മറ്റ് കഥകൾ പറയുന്നത് 269, 270, 273 അല്ലെങ്കിൽ 280 വർഷങ്ങളിൽ അദ്ദേഹത്തെ വധിച്ചു എന്നാണ്. ഭർത്താക്കന്മാർ യുദ്ധത്തിന് പോകേണ്ടതില്ലാത്ത വിധം അദ്ദേഹം ദമ്പതികളെ രഹസ്യമായി വിവാഹം കഴിച്ചു എന്ന് വിശുദ്ധ വാലന്റൈൻ്റെ അറസ്റ്റുകളുടെ മറ്റ് ചിത്രീകരണങ്ങൾ പറയുന്നു. വിശുദ്ധ വാലന്റൈൻ്റെ ഇതിഹാസത്തിൻ്റെ മറ്റൊരു വകഭേദം പറയുന്നത് അദ്ദേഹം പുറംജാതീയ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കാൻ വിസമ്മതിച്ചു. ജയിലിൽ അടയ്ക്കപ്പെട്ടു. തടവിലായിരിക്കുമ്പോൾ ജയിലറുടെ അന്ധയായ മകളെ സുഖപ്പെടുത്തി എന്നാണ്. വധശിക്ഷ നടപ്പിലാക്കിയ ദിവസം അദ്ദേഹം പെൺകുട്ടിക്ക് നിങ്ങളുടെ വാലന്റൈൻ എന്ന് ഒപ്പിട്ട ഒരു കുറി ഉപേക്ഷിച്ചു. ആരായാലും വാലന്റൈൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു. കാരണം പുരാവസ്തു ഗവേഷകർ ഒരു റോമൻ കാറ്റകോംബും വിശുദ്ധ വാലന്റൈന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുരാതന പള്ളിയും കണ്ടെത്തിയിട്ടുണ്ട്.